ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടില് കുടുംബ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ തിരക്കിലാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ വന്ന് ചെറിയൊരു വീഡിയോ പിടിക്കുന്നതാണ്. 4 മണി ആവാറായിട്ടുണ്ട്. മഴയാണ് ഇന്ന്, പകല് മൊത്തം മഴയായിരുന്നു. എന്നത് ഇപ്പൊ ഒന്ന് വെയില് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അച്ചുവൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അച്ചു ഇവിടെ ഉണ്ട്. അതെ, അച്ചു ഇവിടെ ഉണ്ട്. അതെ, പോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാവരും ഉണ്ട്. 5:30ക്കാണ് അച്ഛന് കാണണമെന്ന്. 5:30ക്കാണ് കേട്ടോ കുടുംബ യൂണിറ്റ്. അപ്പൊ 5:30 ആകുമ്പോ ചേട്ടൻ ഇപ്പൊ തന്നെ പോണം ഇവിടുന്ന്. അപ്പൊ ഇനി ബാക്കി വിശേഷം പിന്നെ പറയാം കേട്ടോ. ഇത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസവും ഇല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഹറിബറിയാണ്. കാരണം മഴ പെയ്ത് 1:30 നമ്മൾ പള്ളിയിൽ നിന്ന് വന്നപ്പം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിവിടെ കൊഴുക്കട്ട ഒരു ഓട് കയറി, അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ പാല് കാച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ് കുടുംബ യൂണിറ്റ്. അപ്പം ആ ഒരു വിശേഷം കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ മെയിനായിട്ട് സഹായിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ചേട്ടൻ, ഞാൻ പരത്തി കൊടുക്കും, ചേട്ടൻ അത് ഉണ്ടയാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ ഒരു തട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. ബാക്കി ചിലത് പാറപ്പുറത്ത് വീണു, അത് വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയി. ബാക്കി ചിലത് ചെടികളുടെ ഇടയിൽ വീണു, മുൾച്ചെടികൾ വളർന്നു അതിനെ നെച്ച് കളഞ്ഞു. ബാക്കി ചിലത് നല്ല മണ്ണിൽ വീണു, അത് വളർന്നു വീണ്ടും വീണു. ഈശോ ഇവിടെ പറയുന്നത്, നമ്മുടെ മനസ്സായ സ്ഥലത്ത് നല്ല സ്ഥലം പോലെ ഒരുക്കി നിർത്തണം. സാത്താന്റെ പ്രവൃത്തിയിൽ ഉൾപ്പെടാതെ ഈശോയുടെ മുറുക്കം പിടിച്ച് ജീവിച്ചാൽ നമ്മൾക്കത് സാധിക്കും. ഞാൻ ഫുൾ ടൈം അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ. ഞാനിതൊരു കുഞ്ഞിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. മോൻ്റെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വന്നൊന്ന് പിടിച്ചതാണ് കേട്ടോ. നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് 2 വാക്ക് ആരെങ്കിലും പറയണം. അപ്പം ഞാനതുകൊണ്ട് പോളുവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോളു അത് നല്ല ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. 100 പേര് അങ്ങനെയൊന്നുമില്ല, 30 പേരാണ് ഉണ്ടായിരുന്നത്. 30-35 പേരെന്നാണ് മാക്സിമം പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ 30 പേരോളമാണ് നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അത് അങ്ങനെ എല്ലാ പരിപാടിയും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. മഴ ദിവസമായിരുന്നെങ്കിലും നമ്മുടെ ആ യൂണിറ്റിൻ്റെ സമയത്ത് മഴ പെയ്തില്ല കേട്ടോ. യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പും ആ ഒരു 2 മണിക്കൂറോളം മഴയില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു കേട്ടോ. ഇനി പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.